ഇൻസ്റ്റാളിംഗ് ആൻ അഡ്വാൻസ്ഡ് തീം എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ അഡ്വാൻസ്ഡ് തീം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് പഠിക്കും. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, Drupal 8, ഫയർഫോക്സ് വെബ് ബ്രൗസർ തുടങ്ങിയവയാണ്. താങ്കളുടെ ഇഷ്ടാനുസരണം ഏത് വെബ് ബ്രൗസറും ഉപയോഗിക്കാം. അഡാപ്റ്റീവ് തീം, ഒമേഗ എന്നിവ രണ്ട് പ്രത്യേക തരം തീം ഫ്രെയിംവർക്സ് ആണ്. അഡാപ്റ്റീവ് തീം എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, അഡാപ്റ്റീവ് തീം ഒരു ബേസിക് തീം ആണ്. നിങ്ങൾ അഡാപ്റ്റീവ് തീമിനു വേണ്ടി ഒരു സബ് തീം ഉപയോഗിക്കേണ്ടതുണ്ട്. നമുക്ക് അഡാപ്റ്റീവ് തീം ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾ എപ്പോഴാണോ വീഡിയോ കാണുന്നത് എന്നനുസരിച്ച് Drupal 8 മുകളിൽ പച്ച നിറത്തിൽ കാണപ്പെടും. Drupal 8 എടുക്കുക, അത് പച്ച നിറത്തിലാണ്, ചുവപ്പ് നിറത്തിൽ അല്ല. tar.gz എന്ന ലിങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കോപ്പി ലിങ്ക് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നമുക്ക് വെബ്സൈറ്റിലേക്ക് തിരിച്ചു പോകാം. അപ്പിയറൻസ്, ഇൻസ്റ്റാൾ ന്യൂ തീം എന്നിവയിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇത് ഓൺ ആക്കേണ്ട ആവശ്യമില്ല, കാരണം അഡാപ്റ്റീവ് തീം ഒരു ബേസിക് തീം ആണ്. നമുക്ക് പിക്ചർ റീലോഡർ എന്ന ഒരു സബ് തീം ഇവിടെ ലഭ്യമാക്കാം. താഴേക്ക് സ്ക്രോൾ ചെയ്ത് Drupal 8 വേർഷൻ ലൊക്കേറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ട്യൂട്ടോറിയൽ നിരീക്ഷിക്കുമ്പോൾ ഇത് മുകളിൽ പച്ച സെക്ഷനിൽ കാണപ്പെടും. tar.gz എന്ന ലിങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കോപ്പി ലിങ്ക് തിരഞ്ഞെടുക്കുക. സൈറ്റിലേക്ക് തിരിച്ചു പോകുക. ഇൻസ്റ്റാൾ ന്യൂ തീം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ന്യൂലി ആഡഡ് തീംസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. നമുക്ക് അഡാപ്റ്റീവ് ജനറേറ്ററും പിക്ചർ റീലോഡർ എന്ന അഡാപ്റ്റീവ് സബ് തീമും കാണാം. ഇൻസ്റ്റാൾ ആൻഡ് സെറ്റ് ആസ് ഡിഫോൾട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു സിമ്പിൾ തീമിനും സബ് തീമോട് കൂടിയ ബേസ് തീമിനും അതിന്റേതായ വ്യത്യാസങ്ങൾ ഉണ്ട്. ഇവിടെ അതിനു വേണ്ടിയുള്ള എല്ലാ സെറ്റിംഗ്സുകളും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് റെസ്പോൺസീവ് മെനുസ് ആകാവുന്നതാണ്. ഗൂഗിളിൽ നിന്നുള്ള ഫോൺസ് അല്ലെങ്കിൽ ടൈപ്പ്കിറ്റ്. ടൈറ്റിൽസ് എന്നതിനു വേണ്ടി സെപ്പറേറ്റ് സ്റ്റൈൽസ്. ഇമേജ് അലൈൻമെന്റ്. ഷോർട്ട് കോഡ് CSS ക്ലാസസ്. മൊബൈൽ ബ്ലോക്സ് മൊബൈൽ ഉപകരണങ്ങളിൽ ബ്ലോക്കുകൾ ഹൈഡ് ചെയ്യുവാൻ അനുവദിക്കുന്നു. ഇത് സ്ലൈഡ് ഷോസ് സപ്പോർട്ട് ചെയ്യുന്നു. ടച്ച് ഐക്കൺസ്, കസ്റ്റം CSS, കൂടുതൽ ഡെവലപ്പർ ടൂൾസ്, ലീഗസി ബ്രൗസർ, IE6 മുതൽ 8 വരെയുള്ള സെറ്റിംഗ്സുകൾ എന്നിവ. ഇവ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. നിങ്ങൾക്ക് അത് ആവശ്യമില്ലെങ്കിൽ പ്രാപ്തമാക്കേണ്ടതില്ല. എക്സ്റ്റൻഷൻ എന്നതിനു താഴെ ഇടതുവശത്ത് നമുക്ക് റെസ്പോൺസീവ് മെനുസ്, ഫോൺട്സ് എന്നിവ ഉണ്ട്. ഇവ ആർട്ടിക്കിൾസ്, ബുക്ക് പേജ്, ഇവന്റ്സ് എന്നിവയ്ക്കുള്ള ഇമേജ് സെറ്റിംഗ്സ് ആണ്. ഇത് എല്ലാ തരത്തിലുള്ള കണ്ടന്റ് ടൈപ്പുകളെയും തിരിച്ചറിയുന്നു. ഇവന്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഇവന്റ് കണ്ടന്റ് ടൈപ്പിലേക്ക് നമ്മുടെ ഇമേജുകളെ കൂട്ടിച്ചേർക്കുവാൻ അനുവദിക്കുന്നു. എവിടെയാണോ നമുക്ക് ആവശ്യം എന്നതിനനുസരിച്ച് അത് വലതുവശത്ത് അല്ലെങ്കിൽ ഇടതുവശത്ത് ഫ്ലോട്ട് ചെയ്യേണ്ടതുണ്ട്. ലെഫ്റ്റ് പാനലിലേക്ക് തിരിച്ചു പോകാം. ഷോർട്ട് കട്ട്സ്, മാർക്കപ്പ് ഓവർറൈഡ്. ഇവിടെ താഴെ കൂടുതൽ ഓപ്ഷനുകൾ ഉണ്ട്. ലേഔട്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് പേജ് ഡിഫോൾട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വൈഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ബ്ലോക്ക് റീജിയൻസിന്റെ കൂടെ ലേഔട്ട് സെറ്റപ്പ് ചെയ്യുവാൻ അനുവദിക്കുന്നു. അതോടൊപ്പം വലതുവശത്ത് തീമിനുള്ളിൽ മീഡിയ ക്വറീസ് ഡിഫൈൻ ചെയ്യുവാനും അനുവദിക്കുന്നു. ഇത് ശരിയായി സെറ്റപ്പ് ചെയ്യുവാൻ നമുക്ക് കുറച്ചു സമയം ആവശ്യമുണ്ട്. ഇപ്പോൾ കളർ സ്കീം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുൻകൂട്ടി പലതരത്തിലുള്ള കളർ സ്കീമുകളും ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായില്ല എങ്കിൽ നിങ്ങളുടേതായ കളർ സ്കീം ഉണ്ടാക്കാവുന്നതാണ്. അവസാനമായി ഇവിടെ നോർമൽ ബേസിക് സെറ്റിംഗ്സ് കൂടി ഉണ്ട്. ഇത് നമ്മുടെ Drupal സൈറ്റിലുള്ള വളരെ വ്യത്യസ്തമായ ബേസ് തീം, സബ് തീം എന്നിവയാണ്. നമ്മൾ ഇവിടെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് ഹോം പേജിൽ പോയി അത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഹോം പേജിന് തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ ലുക്ക് ഫീൽ ചെയ്യുന്നു. സ്ട്രക്ചർ എന്നതിൽ പോയി ബ്ലോക്ക് ലേഔട്ട് എന്നത് ചെക്ക് ചെയ്യുക. നമ്മൾ പിക്ചർ റീലോഡഡ് എന്ന സബ് തീം ഇവിടെ ഉപയോഗിച്ചു. ഇവിടെ സൈഡ് ബാർ റീജിയൻസ് ഇല്ല. പിക്ചർ റീലോഡഡ്
എന്നതിലെ എല്ലാതും ഇവിടെ ഇതേ രീതിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡെമോൺസ്ട്രേഷന് ഇത് ഉചിതമായ രീതി അല്ല എങ്കിലും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ആശയം ലഭിച്ചിട്ടുണ്ടാകും. അഡ്വാൻസ്ഡ് തീമിംഗ് എൻജിൻ എന്നത് ഉപയോഗിച്ച് എല്ലാ ഓപ്ഷൻസുകളും ഇവിടെ സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഇതാണ് തീം ഫ്രെയിംവർക്ക്, അഡാപ്റ്റീവ് തീം, പിക്ചർ റീലോഡഡ് എന്നിവ. നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കി ഇത് കൂടുതലായി ചെയ്യാവുന്നതാണ്. ഇതോടുകൂടി ഈ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുന്നു. ചുരുക്കി പറയാം, ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ അഡ്വാൻസ്ഡ് തീം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് പഠിച്ചു. ഈ വീഡിയോ അക്യുയ, OS ട്രെയിനിംഗ് എന്നിവയിൽ നിന്ന് സ്വാംശീകരിച്ച് IIT ബോംബെയിലെ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് പുതുക്കി നിശ്ചയിച്ചു. ഈ വീഡിയോ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. ദയവായി ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയലിന് ഫണ്ട് കൊടുത്തത് NMEICT, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, NVLI, മിനിസ്ട്രി ഓഫ് കൾച്ചർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പങ്കെടുത്തതിന് നന്ദി. IIT ബോംബെയിൽ നിന്നും വിജി നായർ.